എൻ്റെ പേര് പ്രദീപ് കെ.ആർ. ഞാൻ നീലേശ്വരത്ത് പുതുക്കൈ ആണ് താമസം. ഞാൻ ആക്ച്വലി അബുദാബിയിൽ NPCC എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. ഫീൽഡ് എഞ്ചിനീയർ ഓഫ്ഷോർ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഭാര്യയുടെ പേര് വിനീത. എനിക്ക് 2 മക്കൾ, പാർത്ഥിവ്, പ്രാർത്ഥന. പാർത്ഥിവ് 3ാം തരം പുതുക്കൈ സ്കൂളിൽ പഠിക്കുവാണ്. പ്രാർത്ഥന 2 വയസ്സ് കുട്ടിക്ക്. ആക്ച്വലി ഞാൻ എൻ്റെ ഈ വീട് സ്ട്രക്ചർ കോൺട്രാക്റ്റ് ഏൽപ്പിക്കുകയായിരുന്നു ഒരു എഞ്ചിനീയർക്ക്, മൃദുൽ കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ സ്ട്രക്ചർ മാത്രം കോൺട്രാക്റ്റ്. ആക്ച്വലി അതിന് ശേഷം ഞാൻ പ്ലാസ്റ്ററിങ് വർക്ക് ഇവിടെ ലോക്കൽ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആൾക്കാർക്ക് ഏൽപ്പിക്കുകയായിരുന്നു. പെയിൻറ്റിങ്ങും അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അതിന് ശേഷം വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ എഞ്ചിനീയർ എലഗൻറ്റ് ഇൻറ്റീരിയേഴ്സിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് അതുപോലെ നെറ്റിൽ കുറച്ച് എലഗൻറ്റിനെ കുറിച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിവ്യൂ കണ്ട സമയത്ത് ഞാൻ നമ്പർ എടുത്ത് എലഗൻറ്റിൻ്റെ മാനേജർ മിസ്റ്റർ ജ്യോതിഷിനെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായത്. ആക്ച്വലി ആ സമയത്ത് ഞാൻ അബ്രോഡായിരുന്നു. ഞാൻ നേരിട്ട് കാണുകയില്ല, ഞങ്ങളൊരു വീഡിയോ കോൺഫറൻസ് വഴി അവിടെ സംസാരിച്ച് കാര്യങ്ങൾ വാങ്ങി. പിന്നെ അതിനുശേഷം ഞാൻ വീടിൻ്റെ ഫൈനൽ സമയത്ത് ഏകദേശം ജൂൺ മാസം, ഞാൻ ആഗസ്റ്റ് ലാസ്റ്റാണ് ഹൗസ് വാമിങ് കഴിഞ്ഞത്. അപ്പോൾ ജൂൺ മാസം ഞാൻ വന്ന സമയത്താണ് പിന്നെ ആക്ച്വലി വർക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ആക്ച്വലി ഞാൻ ഹൗസ് വാമിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് എൻ്റെ അടുത്ത റൊട്ടേഷനാണ്. മീൻസ് ഡിസംബർ മാസം ആയിരുന്നു ഞാൻ ഹൗസ് വാമിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. ആക്ച്വലി എൻ്റെ ഒരു ലീവ് കുറച്ച് ലാഗായി പോയതുകൊണ്ട് ഞാൻ പിന്നെ അത് പെട്ടെന്ന് ഹൗസ് വാമിങ് പ്ലാൻ ചെയ്തു. അപ്പോൾ ഒരു 20 ഡേയ്സിനകത്ത് ബാക്കിയുള്ള വർക്കുകളൊക്കെ ചെയ്യണമെന്ന് ഞാൻ ജോഷിയോട് പറഞ്ഞ പോലെ. അപ്പോൾ 25th ഞാൻ ഹൗസ് വാമിങ് പ്ലാൻ ചെയ്തു. അപ്പോൾ എന്നോട് ജോഷിയോട് പറഞ്ഞാൽ ഒന്നും ഒരു പ്രശ്നമില്ല, കാര്യമില്ല, ആഗസ്റ്റ് 20th ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇൻറ്റീരിയർ എല്ലാ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്ത് തരാമെന്നുള്ള രീതിയിൽ അത് പറഞ്ഞ പോലെ തന്നെ 21st ആ ഒരു 20 ഡേയ്സ് ടൈമിനകത്ത് വളരെ കൃത്യതയോടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നു. എനിക്ക് ഈ വീടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞത് കിച്ചണാണ്. കിച്ചണിൻ്റെ എല്ലാ പാർട്ടും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. ഡിഫറെൻറ്റ് കളേഴ്സ് ആയാലും പിന്നെ വർക്കായാലും എക്സലൻ്റ് വർക്കാണ് ഈ എലഗൻറ്റ് ഇൻറ്റീരിയേഴ്സ് വർക്ക്. ആക്ച്വലി 3 ബെഡ്റൂമാണ് എൻ്റെ വീടിനുള്ളത്. 3 ബെഡ്റൂം, പിന്നെ പൂജാ റൂം, ഡൈനിങ്, പിന്നെ 2 ഹോള്, മുകളിലും താഴത്തും ഓരോരു ഹോള്, പിന്നെ അതിൻ്റെ TV യൂണിറ്റ്, പിന്നെ സോഫ യൂണിറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ വളരെ ഭംഗിയോടുകൂടി കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീട്ടിൽ ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സംഭവം വളരെ ചെറിയൊരു ടീപ്പോയാണ്. ഈ ടീപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളൊരു ടീപ്പോയാണ്. ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു നമുക്ക് പേപ്പർ ആയാലും വേറെ എന്തെങ്കിലും ചെറിയ സാധനങ്ങളാണെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ഈ ടീപ്പോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എലഗൻറ്റിൻ്റെ വർക്കിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഇൻറ്റീരിയർ റിക്വയർമെൻറ്റ് വരുവാണെങ്കിൽ ഞാൻ 100% എലഗൻറ്റ് ഇൻറ്റീരിയേഴ്സിനെ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും.